ഷാദർ ഖാൻ നേരത്തെ ഇപ്പോൾ സർക്കാർ കീഴടങ്ങിയ കാര്യം പറഞ്ഞല്ലോ. ചാൻസലർ മുന്നോട്ട് വെച്ച വാദം എന്താണ്? മെറിറ്റ് അനുസരിച്ചുള്ള നിയമനങ്ങൾ നടത്തണം എന്നുള്ളതല്ലേ. ഇവിടെ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോടതി പറഞ്ഞു ഒരു സെർച്ച് കമ്മിറ്റി, ഒരു പട്ടിക, ആ പട്ടികയിൽ മുഖ്യമന്ത്രി പ്രയോറിറ്റി നിശ്ചയിച്ച് നൽകും, അതനുസരിച്ച് നിയമനം നടത്തണം എന്ന് ഗവർണറോട് പറഞ്ഞിട്ട് അദ്ദേഹം കേട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം മെറിറ്റായിരുന്നോ? അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹത്തിന് ഇപ്പോൾ സിസ തോമസിന്റെ നിയമനം സാധ്യമാക്കി. അതിലൊരു ലോജിക് ഉണ്ട്. കാരണം ഗവർണറുടെ പക്ഷത്ത് നിന്നതിന് ദ്രോഹിക്കപ്പെട്ട ഒരാൾക്ക് നിയമനം ഉറപ്പാക്കി എന്ന ഒരു ലോജിക്ക് അതിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തോ ഗവർണർ തന്നെ എതിർത്ത, ഗവർണർ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഗവർണർ തന്നെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ സജി ഗോപിനാഥിനെ നിയമിക്കുന്നു. ഈ സിസ തോമസ് വിശദമായ റിപ്പോർട്ട് ചാൻസലർക്ക് നൽകിയ അതേ സജി ഗോപിനാഥിനെ നിയമിക്കാൻ ഗവർണർ അങ്ങ് സമ്മതിക്കുകയാണ്. അപ്പോൾ ഗവർണറുടെ പക്ഷത്ത് എവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള നൈതികത ഉള്ളത്? അവിടെ ഗവർണറും കീഴടങ്ങുകയല്ലേ ചെയ്തത്. അതെ, അവിടെ ഗവർണർക്കും നൈതികതയില്ല, ഈ മുഖ്യമന്ത്രിക്കും ഒരു വിധത്തിലുള്ള നൈതികതയും ഇല്ല എന്നുള്ളത് ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായിരിക്കുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എന്നോട് ചോദിച്ചിരുന്നല്ലോ, ഇത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഒരുപക്ഷെ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അഴിമതികൾ മറയ്ക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള ഒരു ഡീലായിരിക്കാം, ഒരു ധാരണയായിരിക്കാം, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. നേരത്തെ ജ്യോതികുമാർ പറഞ്ഞ നിർത്തിഭാഗത്ത് ഞാനത് അപ്ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടുന്നത് കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ ആയിരിക്കാൻ പാടില്ല, ഗവർണർ ആയിരിക്കാൻ പാടില്ല, സംസ്ഥാന മുഖ്യമന്ത്രിയും ആയിരിക്കാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ഒരാളെ നിയമിക്കേണ്ട സ്ഥലമല്ല സർവകലാശാലകളും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും എന്നത് നമ്മൾ ഊന്നിപ്പറയേണ്ടുന്ന സന്ദർഭമാണ്. ജ്യോതികുമാർ പറഞ്ഞ പോയിന്റ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ അതിനപ്പുറത്തേക്ക് അക്കാദമിക രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ സർവകലാശാലകളുടെ, അത് രജിസ്ട്രാർ ആകട്ടെ, വൈസ് ചാൻസലർ ആകട്ടെ അത്തരം സ്ഥാനങ്ങളിൽ വരണം. അതിനുള്ളൊരു മെക്കാനിസം ഉണ്ടാക്കണം. അത് അവിടെയാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് സർവകലാശാലകളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് ഗവർണർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് മാത്രമാണ്. കേന്ദ്രം ഇടപെട്ടോളാം, UGCയിലൂടെ ഇടപെട്ടോളാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആളുകളെ ഈ പറയുന്ന സർവകലാശാല, കേന്ദ്ര സർവകലാശാലകൾ മാത്രമല്ല സംസ്ഥാന സർവകലാശാലകളിലേക്ക് കൂടി ഈ പറയുന്ന RSSൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്ന ആളുകളെ തിരികെ കയറ്റാൻ അവർ ശ്രമിക്കുന്നു. മറുഭാഗത്ത് സംസ്ഥാന ഗവൺമെൻറ് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വൈസ് ചാൻസലർമാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവിടെയാണല്ലോ ഈ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് കൺസെൻസസ് വരുന്നു. അരുൺകുമാർ പറയുന്ന ഈ കൺസെൻസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ആണോ? ഈ പറയുന്ന നയപരമായ ഒരു കൺസെൻസസ് അല്ലേ? ആ നയപരമായ കൺസെൻസസ് ഉണ്ടാക്കിക്കൊണ്ട് ഈ മുന്നോട്ട് നീങ്ങുകയാണ്, രണ്ടു കൂട്ടരും ചേർന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ നഷ്ടമാർക്കാണ്? സർവകലാശാലയ്ക്കാണ്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയുടെ സ്വാതന്ത്ര്യം, ഇവർ പറയുന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല, ഒരു വൈസ് ചാൻസലർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റും അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന, സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന ഒരു ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വളരെ അപകടകരമായ ഒരു ദേശീയ വിദ്യാഭ്യാസ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കേരളത്തിൽ ഈ പറയുന്ന സമവായത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത്, നയപരമായ സമവായം വരുന്നത്. അത് അപകടകരമാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. അതിന് പിന്നിൽ മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകാം. അഴിമതി മറയ്ക്കാനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ വേറെ പല സങ്കുചിതമായ താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അന്തിമമായി അത് സർവകലാശാലകളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുമെന്നതുകൊണ്ടാണ് നമ്മൾ ഈ നിലപാടിനെതിരെ നിലകൊള്ളുന്നത്.